ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജാസ്മിൻ ജാഫർ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കടന്നു വന്നപ്പോൾ മലയാളികൾ കണ്ടത് കരുത്തുറ്റ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ഷോയുടെ ഗതി മാറുന്നതനുസരിച്ച് ജാസ്മിന്റെ ജീവിതം കേരളക്കരയിലാകെ ചർച്ചയാവുകയും സ്വകാര്യ ജീവിതത്തിൽ പല തകർച്ചകൾക്കും അത് കാരണമാവുകയും ചെയ്തു. ഒരു റിയാലിറ്റി ഷോ ഒരാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ജാസ്മിന്റെ ജീവിതകഥ. ഇന്ന് വിമർശനങ്ങളെ സ്നേഹം കൊണ്ട് നേരിടുന്ന യാത്രകളെ സ്നേഹിക്കുന്ന ഒരു പുതിയ ജാസ്മിനെയാണ് ആരാധകർ കാണുന്നത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് സഹമത്സരാർത്ഥിയായ ഗബ്രി ജോസുമായി ജാസ്മിൻ പുലർത്തിയിരുന്ന ആഴത്തിലുള്ള സൗഹൃദമാണ് എല്ലാ വിവാദങ്ങൾക്കും തുടക്കമിട്ടത്. ഇരുവരും തമ്മിലുള്ള അടുപ്പം കേവലം സൗഹൃദത്തിനപ്പുറമാണെന്നും കോംബോ കളിക്കുകയാണെന്നും പുറത്ത് വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നു. ഈ ബന്ധം ജാസ്മിന്റെ വ്യക്തി ജീവിതത്തെ ഷോയ്ക്ക് പുറത്ത് വലിയ രീതിയിൽ ബാധിച്ചു. ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപിച്ചു. കൂടാതെ ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന അസ്ല മാർലി ഉൾപ്പെടെയുള്ളവർ ജാസ്മിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയും സൗഹൃദം ഉപേക്ഷിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയ ജാസ്മിനെ കാത്തിരുന്നത് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നു. ഏതൊരു വ്യക്തിയും തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് ജാസ്മിൻ തന്റെ തിരിച്ചുവരവ് നടത്തിയത്. തന്നെ വേദനിപ്പിച്ചവരെയും പരസ്യമായി തള്ളി പറഞ്ഞവരെയും പകയോടെ നോക്കുന്നതിന് പകരം അവരെയെല്ലാം ചേർത്ത് പിടിക്കാനാണ് ജാസ്മിൻ ശ്രമിച്ചത്. തന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ അഫ്സൽ അമീർ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ യാതൊരു വിദ്വേഷം പ്രകടിപ്പിക്കാതെ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം ആശംസകൾ നേരാൻ ജാസ്മിൻ കാണിച്ച മനസ്സും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ജാസ്മിനെ വിമർശിച്ച് നടന്ന സുഹൃത്തിന് കുഞ്ഞ് പിറന്നപ്പോൾ ഗബ്രിക്കൊപ്പം തന്നെ അവരെ സന്ദർശിക്കാനും ഉപഹാരങ്ങൾ നൽകാനും ജാസ്മിൻ തയ്യാറായി. പഴയ പിണക്കങ്ങൾ മറന്ന് അവർ വീണ്ടും ഒന്നിച്ച ദൃശ്യങ്ങൾ അസ്ല തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തന്നെ വേദനിപ്പിച്ചവരുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കുന്നതിനെ ആത്മാഭിമാനമില്ലായ്മ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചിരുന്നു. ഇതിന് ജാസ്മിൻ നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയല്ലെന്നും മറിച്ച് അത് സ്വന്തം സമാധാനത്തിന് വേണ്ടിയാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത്. എനിക്ക് ആത്മാഭിമാനമില്ലെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദേഷ്യപ്പെടുമ്പോഴോ പക വയ്ക്കുമ്പോഴോ ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ആളുകൾ എന്നെ വേദനിപ്പിച്ചുവെങ്കിൽ അതിന് അവരുടേതായ കാരണങ്ങളുണ്ടാകും. ഞാനും പൂർണ്ണയല്ല. ക്ഷമിക്കുന്നത് സ്വാഭാവികമാണ്. ഈ രീതി ആത്മാഭിമാനമില്ലാത്തതായിട്ടാണ് ആർക്കെങ്കിലും തോന്നുന്നതെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, ജാസ്മിൻ വ്യക്തമാക്കുന്നു. വിമർശിക്കുന്ന സുഹൃത്തുക്കളെ പോലും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കാൻ മടിക്കാത്ത ജാസ്മിന്റെ ഈ സ്വഭാവത്തെ ആരാധകരിൽ ഒരു വിഭാഗം ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. പിണങ്ങുന്നവരുമായി വീണ്ടും അടുക്കുന്നത് ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണെന്നും അസ്ല മാർലിയും മുൻപ് വ്യക്തമാക്കിയിരുന്നു. 2025 ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളുടെ വർഷമാണ്. തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കവേ താൻ മുൻപൊരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെ ആയിരുന്നുവെന്ന് ജാസ്മിൻ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം ആ പക്ഷി സ്വതന്ത്രമായി പറന്നുയരുകയായിരുന്നു. 2025 മാത്രം 5 വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ജാസ്മിന് സാധിച്ചു. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തന്റെ കരിയറിൽ വലിയ മുന്നേറ്റം നടത്താനും സാമ്പത്തികമായും വ്യക്തിപരമായും സ്വതന്ത്രയാകാനും ഈ യാത്രകൾ അവരെ സഹായിച്ചു. തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ തടസ്സമായി നിന്ന വേലിക്കെട്ടുകൾ അവർ തകർത്തെറിഞ്ഞു. 2026-ലേക്കുള്ള തന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ജാസ്മിൻ മനസ്സ് തുറക്കുന്നു. തന്റെ തീരുമാനങ്ങളിൽ ഭൂരിഭാഗവും ഹൃദയം പറയുന്നത് കേട്ടായിരുന്നുവെന്നും എന്നാൽ വരും വർഷത്തിൽ ഹൃദയത്തെയും തലച്ചോറിനെയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. യുക്തിയോടെയുള്ള ഹൃദയം, വ്യക്തതയോടെയുള്ള വികാരം, ഇതാണ് 2026-ൽ ജാസ്മിൻ ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ല, മറിച്ച് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഒരു പുതിയ പാഠമാണെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ബുദ്ധിയും വികാരവും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനാണ് അവർ ശ്രമിക്കുന്നത്. ജാസ്മിൻ ജാഫറിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശവും വളരെ വ്യക്തമാണ്. തകർച്ചയിൽ നിന്നും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാമെന്നും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാമെന്നും ജാസ്മിൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. സൈബർ ലോകത്തെ കല്ലേറുകളെ പൂച്ചെണ്ടുകളാക്കി മാറ്റിയ ഈ പെൺകുട്ടി 2026-ലും തന്റെ വിജയയാത്ര തുടരുമെന്നതും ഉറപ്പാണ്. സ്നേഹവും യാത്രകളും ജീവിതത്തോട് ചേർത്ത് വെച്ച ജാസ്മിൻ ഇന്ന് 10,000-കണക്കിന് പെൺകുട്ടികൾക്ക് സ്വയം തിരിച്ചറിവിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്.